പാപ്പുക്ക് ആദ്യമായിട്ട് എഴുതിയ പാട്ട് ഏതാ? ആദ്യമായിട്ട് എഴുതിയ പാട്ടെന്ന് പറഞ്ഞാൽ അന്ന് നമ്മളുടെ നാട്ടിൽ ഈ കൊലപാതകങ്ങളൊക്കെ നടക്കൂലേ. ഇപ്പോഴാണല്ലോ കൊലപാതകം ഒരു കലയായി പോയത്. അന്നത് വലിയൊരു സംഭവമായിട്ട് ഒരു കൊലപാതകമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ നാട്ടിലന്ന് പിന്നെ ബേപ്പൂരിൽ ഒരു കൊലപാതകം നടന്നിരുന്നു. അങ്ങനത്തെ ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് ആദ്യം പാട്ട് എഴുതിയത്. ആ പാട്ട് എഴുതിയിട്ട് അതൊന്നുമില്ല അതിൻ്റെ രസവും. അത് പാട്ട് പുസ്തകം നമ്മൾ തന്നെ സ്വന്തം പൈസ കൊടുത്തിട്ട് അച്ചടിക്കുക. എഴുതിയ പാട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് തെരുവ് മുഴുവൻ പാടി വിൽക്കുക. ഇത് ഏത് ടൈമിൽ? അത് 70കളിൽ തുടങ്ങിയിട്ട് 78 വരെ പാട്ട് പാടി വിൽക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്കൊന്നും അത് ചിന്തിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അന്ന് മറ്റ് പിന്നെ ടേപ്പ് റെക്കോർഡില്ല, ഗ്രാംഫോൺ, പിന്നെ ഗ്രാംഫോൺ മാത്രമേ ഒന്നുള്ളൂ, ഉച്ചഭാഷിണി. പിന്നെ ഗ്രാംഫോൺ പിന്നെ ഇതുണ്ടായിരുന്നു, മറ്റേ ഇത് ഓണ വെച്ച് പാടിക്കുന്ന വീട്ടിൽ. അതും അധിക വീടുകളിലൊന്നുമില്ല, വലിയ വലിയ പൈസക്കാരുടെ വീടുകളിലൊക്കെ ഉണ്ടാവുള്ളത്. ഞാനൊരു വിഷ്വൽ കാണുന്നത് പറയട്ടെ. ഞാൻ എൻ്റെതായ കാഴ്ചപ്പാടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും കഴിവുള്ളവരാണ്. പാപ്പുക്കൊക്കെ പാട്ട് എഴുതാൻ അറിയാം, പാട്ട് എഴുതണം, കലാകാരനാണ്. പാപ്പുക്കൊക്കെ ആ കഴിവ് കാണിക്കാൻ ഒരു സ്ഥലവും ഇല്ല. അപ്പൊ ആ സ്ഥലം ഇല്ലാത്ത സമയത്ത് പണ്ട് നമ്മൾ വർഷങ്ങൾ ബാക്കോട്ട് പോകുമ്പോൾ ഞാൻ കാണാണ് ബാപ്പുക്ക എന്ന് പറയുന്ന ആ മൊഞ്ചനായിട്ടുള്ള ഒരു യുവാവ്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആര്? TKM കോയ എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ടായി. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വെള്ളിപറമ്പ് തുടങ്ങിയത്. പിന്നെ അവന് BM മാസ്റ്റർ കൂടിയൊക്കെ വലിയ പാട്ടുകാരനായിട്ട് ഡബിൾ വോയിസിലൊക്കെ പാടുന്നത് നല്ല പാട്ടുകാരൻ TKM കോയ. ഇപ്പോഴും ഉണ്ട് ആളുണ്ട്. കാരണം ഇപ്പം പരിപാടിക്കൊന്നും പോവാറില്ല. ഇപ്പോൾ നാട്ടിൽ തന്നെ മറ്റേ ഒരു ഇതിൻ്റെയൊക്കെ ഒരു കോൺട്രാക്ട് വർക്കൊക്കെ, വീടിൻ്റെ ഒക്കെ കോൺട്രാക്ട് വർക്ക് ആയിട്ട് ചെയ്യുകയാണ്. TKM കോയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കുറേ വർഷങ്ങൾക്ക് ശേഷം ബാപ്പുക്ക ഇങ്ങനെ ഈ ഒരു വർത്തമാനത്തിൻ്റെ ഇടയിലൂടെ ഓർമ്മിപ്പിച്ചു. 1-2 പേര് വന്ന് നമ്മൾ അംഗീകരിച്ച് നമ്മളുടെ പിന്നിലുണ്ടായിരുന്നുള്ളൂ. വേറൊരു കോയ ഉണ്ടായിരുന്നു, KT കോയ എന്ന് പറഞ്ഞ്. ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ ഭ്രാന്തന്മാരും, വീട്ടിലൊക്കെ ഭ്രാന്താ. ഇത് തീർച്ചയായിട്ടും അത് നിങ്ങൾ വിഷ്വൽ കണ്ടോക്കി. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് എഴുതുന്നു, അത് അറിയാത്ത കേൾക്കാത്ത കുറേ ആളുകൾ അത് കേൾക്കുന്നു, നിങ്ങളത് ബുക്ക് പബ്ലിക്കിൽ പാടുന്നു, പിന്നെ ആ ബുക്ക് ചെലവഴിക്കാൻ വേണ്ടി നടക്കണം. ആ കാലഘട്ടം ഒരു സിനിമയ്ക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്നറിയോ, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളുടെ മുമ്പിലുള്ള പാട്ടുകാരുടെ ജീവിതമൊക്കെ വളരെ മോശമാണ് അന്ന്, എല്ലാം കൊണ്ടും. ആരെയും കൂടി പേര് എടുത്ത് കുറ്റം പറയല്ല. അവരെ പിൻഗാമികൾ നമ്മളാവുന്നുള്ള പേടിയിലാണ് വീട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മൾ എതിർത്തുന്ന ഞാൻ മനസ്സിലാക്കി. ഇന്നുണ്ട് ഇന്ന് അത്ര ഇല്ല. ഇന്നൊരു അംഗീകാരം ചില ഭാഗങ്ങളിലുണ്ട്, പക്ഷെ ഇന്ന് പെണ്ണൊക്കെ അന്വേഷിക്കുമ്പോൾ ഇന്നും ഉണ്ട്. പെണ്ണൊന്നും കിട്ടൂല. പാട്ട് ഒരു ജോലിയായിട്ട് ആരും അംഗീകരിക്കുന്നില്ല. പാട്ട് ഇല്ല പോയിട്ട് ഞാൻ അതിനേക്കാൾ ഉപരി എനിക്ക് കൂടുതൽ എന്നോട് ദേഷ്യം തോന്നാനുള്ള കാര്യം നാടകക്കാരനായി. ഞാൻ ആദ്യം നാടക ട്രൂപ്പ് നടത്തിയിരുന്നേ. നാടകം മാനാർമത്തായി. ആ നാടക ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തം നാടകം എഴുതിയിട്ട് ട്രൂപ്പ് യമുന തിയേറ്റേഴ്സ് എന്ന ട്രൂപ്പ് ഉണ്ടാക്കി നാടകം നടത്തി. കോഴിക്കോട് യമുന തിയേറ്റേഴ്സ്. കോഴിക്കോട് യമുന തിയേറ്റേഴ്സ്. അത് 80 മുതൽ 70കളിൽ തുടങ്ങിയെങ്കിലും ട്രൂപ്പായിട്ട് രംഗത്തേക്ക് വരുന്നത് 80-85 ഒരു 5-8 നാടകം കളിച്ചു. പട്ടിണി തന്നെ ബാക്കി. നാടകത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് അന്ന്. ബാപ്പുക്ക് അന്ന് എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ? നാടകത്തിൻ്റെ ഒരു ദുനിയാവ് എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ സ്റ്റേജ് കളിച്ച് ഏറ്റവും കൂടുതൽ ഏറ് കിട്ടിയോ ആ നാടകത്തിന്. ആക്ഷേപഹാസ്യായിരുന്നത്. നമ്മളെ നീ ചിലപ്പോൾ അറിയാൻ മതിയോ, നമ്മുടെ പിന്നെ സംഗമത്തിലൊക്കെ ഉണ്ടായിരുന്നു മരിച്ചു ഒരു KS കോയൊക്കെ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് റോഡ് കോയ കായൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുഹമ്മദ് മയനാട് ഇപ്പോൾ മരിച്ചല്ലോ, അവനതിന് സംവിധായകൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഭ്രാന്തന്മാരന്ന് വെള്ളിപറമ്പിലുണ്ട്. അത് അവരെ കുറ്റം പറയണ്ട കേട്ടോ, ആ കാലഘട്ടം അങ്ങനെയാ.